കെ മാണി കോഴ വാങ്ങിയത് ശാസ്ത്രീയമായി തെളിയിച്ച സുകേശൻ അതേ ശാസ്ത്രീയ തെളിവുകൾ ഉദ്ധരിച്ചാണ് പണം വാങ്ങിയില്ലെന്ന നിഗമനത്തിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അമ്പിളി അടക്കമുള്ളവരുടെ മൊഴിയും നുണപരിശോധനാ ഫലവും നേരത്തെ ശരിവച്ചിരുന്ന വിജിലൻസ് തുടരന്വേഷണത്തിൽ ഈ മൊഴികൾ കെട്ടുകഥകളാക്കി മാറ്റുന്നു. എന്നാൽ ബാർ ഉടമകൾ പിരിച്ച പണം എവിടെ പോയി എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ്. 22/3/2014 പാലയിലെ വസതിയിൽ വെച്ച് 15 ലക്ഷം, 2/4/2014 തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയായ പ്രശാന്തിൽ വെച്ച് 10 ലക്ഷം, അങ്ങനെ 25 ലക്ഷം രൂപ കെ മാണി കോഴ വാങ്ങിയതിന് ശാസ്ത്രീയമായ തെളിവുകളുണ്ടെന്നായിരുന്നു SP സുകേഷിന്റെ ആദ്യത്തെ കണ്ടെത്തൽ. 22/3/2014 ഇടപാട് സംബന്ധിച്ച് വസ്തുതാപര റിപ്പോർട്ടിൽ SP പറയുന്നത് ഇങ്ങനെ: 22-ാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം 2:30 ബാറുടമകൾ കെ മാണിയുടെ പാലയിലെ വീട്ടിലെത്തിയെന്നും സാജു ഡൊമിനിക് എന്ന ബാറുടമ 15 ലക്ഷം രൂപ അസോസിയേഷൻ ഭാരവാഹികൾക്ക് കൈമാറിയെന്നും ആ പണം കെ മാണിക്ക് നൽകിയെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ബാറുടമകളുടെ മൊബൈൽ ഫോൺ രേഖകളും മൊഴികളും ഇത് സാധൂകരിക്കുന്നതാണെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെ: 22-ാം തീയതി ബാറുടമകൾ കെ മാണി കണ്ടിട്ടുണ്ട്, എന്നാൽ പണം കൈമാറിയിട്ടില്ല. 15 ലക്ഷം രൂപ മാണിയുടെ വീട്ടിന് മുന്നിൽ എത്തിച്ചുവെന്ന് പറയുന്ന സാജു ഡൊമിനിക്കിന്റെ മൊഴി ശരിയല്ല. സാജു ഡൊമിനിക്കിന്റെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തമായതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ബാറുടമകൾ കെ മാണിക്ക് 50 ലക്ഷം രൂപ നൽകിയെന്ന് പറയുന്നത് മാർച്ച് 30-നാണോ 31-നാണോ എന്ന് സംബന്ധിച്ച് വ്യക്തതയില്ലെന്ന് വസ്തുതാ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. തുടരന്വേഷണത്തിന് ശേഷവും അതേ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് SP സുകേശൻ. പണം നൽകിയതിന് തെളിവില്ല, അത് 30-നാണോ 31-നാണോ എന്ന കാര്യത്തിൽ അവ്യക്തതയുമുണ്ട്. എന്നാൽ ബാറുടമകളുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിക്കുമ്പോൾ ഈ കൂടിക്കാഴ്ച 30-നാണ് നടന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. 2-ാം തീയതി 10 ലക്ഷം രൂപ നൽകിയതിന് തെളിവുണ്ടെന്ന് സ്ഥാപിക്കാൻ അമ്പിളിയുടെ നുണപരിശോധനാ ഫലവും മൊഴികളുമാണ് സുകേശൻ വസ്തുതാ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്നാൽ നുണപരിശോധനാ ഫലം തെറ്റാണെന്നും മൊഴികൾ വിശ്വസനീയമല്ലെന്നും മൊഴികളെല്ലാം കെട്ടുകഥകളുമാണെന്നും തുടരന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. മാണിയെ കാണുന്നതിന്റെ തലേ ദിവസം, അതായത് ഏപ്രിൽ മാസം 1-ാം തീയതി ബാറുടമകളായ ചൈന സുനിലും യമഹ സുരേന്ദ്രനും രാജ്കുമാർ ഉണ്ണിക്ക് പണം കൈമാറിയിട്ടില്ലെന്നും ഇത്തരത്തിലുള്ള അമ്പിളിയുടെ മൊഴി തെറ്റാണെന്നും തുടരന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. നേരത്തെ താൻ കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളും തെറ്റാണെന്ന് പറയാതെ പറഞ്ഞാണ് സുകേശൻ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. സൈബ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.